ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാദിഷ്ടം യൈസ്താൻ അഭി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഇനി എല്ലാവർക്കും കൂടി സംയുക്തമായി ഓംകാര ജപം തപസ് ഒരനുഷ്ഠാനം. കൈ കോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് വിഷമിക്കാത്ത തരത്തിൽ നിവർന്നിരുന്ന് മനസ്സും വായും തുറന്ന് എല്ലാവരും കൂടി മുക്തകണ്ഠം ജപിക്കും. ഓ പോരല്ലോ ദാ ഓ ഹരി ഓം തസ് ജയ ഗുരു. ആദ്യത്തെ 2 ശ്ലോകം വിട്ട് മൂന്നാമത് മുതൽക്ക് ചൊല്ലാം. ന പൃഥ്വീ ന ജലം നാഗ്നിഃ ന വായുർദ്യൗർന വാ ഭവാൻ യേഷാം സാക്ഷിണമാത്മാനം ചിദ്രൂപം വിദ്ധി മുക്തയേ യദി ദേഹം പൃഥക്കൃത്യ ചിതി വിശ്രാമ്യ തിഷ്ഠസി അധുനൈവ സുഖീ ശാന്തോ ബന്ധമുക്തോ ഭവിഷ്യസി ന ത്വം വിപ്രാദികോ വർണ്ണോ നാശ്രമീ നാക്ഷഗോചരഃ അസംഗോസി നിരാകാരോ വിശ്വസാക്ഷി സുഖീ ഭവ ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനി ന തേ വിഭോ ന കർത്താസി ന ഭോക്താസി മുക്ത ഏവാസി സർവദാ ഏകോ ദ്രഷ്ടാസി സർവസ്യ മുക്തപ്രായോസി സർവദാ
അയമേവ ഹി തേ ബന്ധോ അയമേവ ഹി തേ ബന്ധോ ദ്രഷ്ടാരം പശ്യസീതരം ദ്രഷ്ടാരം പശ്യസീതരം അഹം കർത്തേത്യഹം മാന അഹം കർത്തേത്യഹം മാന മഹാകൃഷ്ണാഹി ദംശിതഃ മഹാകൃഷ്ണാഹി ദംശിതഃ നാഹം കർത്തേതി വിശ്വാസ നാഹം കർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖീ ഭവ അമൃതം പീത്വാ സുഖീ ഭവ ഏകോ വിശുദ്ധബോധോഹം ഏകോ വിശുദ്ധബോധോ ഇതി നിശ്ചയവന്നിനാ ഇതി നിശ്ചയവഹ്നിനാ ഇതി നിശ്ചയവന്നിനാ ഇതി നിശ്ചയവഹ്നിനാ പ്രജ്വാല്യാജ്ഞാനഗഹനം പ്രജ്വാല്യാജ്ഞാനഗഹനം വീതശോകസുഖീ ഭവ വീതശോകസുഖീ ഭവ വീതശോകസുഖീ ഭവ വീതശോകസുഖീ ഭവ. നോക്കൂ, അഷ്ടാവക്ര സംഹിത എന്താണ് ഊന്നുന്നത്, കേന്ദ്രീകരിക്കുന്നത്? വിശ്വസാക്ഷി സുഖീ ഭവ, വീതശോക സുഖീ ഭവ. എല്ലാവരും സുഖമായിട്ടിരിക്കൂ, സുഖികളായിരിക്കൂ, സുഖിയായിരിക്കൂ. ഇതാണ് ഇതിൻ്റെ പ്രസക്തി. നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നമ്മുടെ ഭാരതത്തിൽ എന്തെല്ലാം ധർമ്മരൂപം, എന്താണ് ഈ ധർമ്മം? ജീവിത മൂല്യങ്ങൾ നമുക്ക് അനുസരിക്കാനും അനുവർത്തനം ചെയ്യാനും അനുധാവനം ചെയ്യാനുമായുള്ള അച്ചടക്കങ്ങൾ, മൂല്യങ്ങൾ, ആദർശങ്ങൾ. അവ നിയന്ത്രണ രൂപത്തിലാവാം, നിയമന രൂപത്തിലാകാം, സമീകരിച്ചെടുക്കേണ്ട രീതിയിലാവാം. സർവമൂല്യങ്ങളും, മൂല്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം, വാല്യൂസ്. ഭാരതത്തിലുള്ള മൂല്യങ്ങൾ മുഴുവനും ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല, ശരിയായിട്ട് മനസ്സിലാക്കിക്കോളൂ. മൂല്യങ്ങൾ തന്നെയാണ്. എന്തിനെയാ ഈ മൂല്യം എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ തൊട്ടു നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ മൂല്യങ്ങളാകൂ. നാം ഒറ്റയ്ക്കാണ് ഇവിടെ ജീവിക്കുന്നത്. ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും 2 കുട്ടികളും ഉണ്ടാവാം. 4 പേരുള്ള ഒരു കുടുംബം എന്ന ഏകരൂപത്തിൽ, ഏകവചനത്തിൽ പറഞ്ഞാലും ആ കുടുംബത്തിൽ 4 അംഗങ്ങളാണ്. ഓരോരുത്തരും പ്രത്യേകം ഊണ് കഴിക്കുന്നു, ഉറങ്ങുന്നു, വസ്ത്രം ധരിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. അപ്പോൾ ജീവിതം വ്യക്തിയമാണ്. വ്യക്തികളുടെ സമാഹാരമാണ് ഈ സമാജം എന്ന് പറയുന്നത്. നമുക്ക് ഏതാണ്ട് 120 കോടി ജനങ്ങളാണ് ഭാരതത്തിൽ. ആ 120 കോടി ജനങ്ങളും ഒറ്റയ്ക്ക് ഓരോ അമ്മ പ്രസവിച്ചുണ്ടായ കുട്ടികളിലൂടെ ആകത്തുകയാണ് ഈ പറയുന്നത് 120 കോടി എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതം വ്യക്തിയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ലോകത്തിനെ നാം വ്യക്തിയമായി നോക്കിക്കാണുന്നു, വ്യക്തിയമായി ലോകവുമായി സമ്പർക്കം നടത്തുന്നു. അതിൽ നിന്നുള്ള അനുഭവങ്ങൾ വ്യക്തിയമായി നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ വ്യക്തിയമായ ഈ ജീവിതത്തിൽ, വ്യക്തിയമായ ലോകത്തിൽ സർവമൂല്യങ്ങളും വ്യക്തിഗതമാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമാണ് സർവമൂല്യങ്ങളും. മതങ്ങളെല്ലാം തന്നെ ഈശ്വര സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്. ആ ഈശ്വരനെക്കുറിച്ചുള്ള സങ്കല്പത്തിന് വൈവിധ്യമാകാൻ വിരോധമില്ല. അതുകൊണ്ടാണല്ലോ വിവിധ മതങ്ങൾ ഉണ്ടാകുന്നത്. മതങ്ങളെല്ലാം തന്നെ ഈശ്വരനിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിൽ കെട്ടിപ്പടുത്തിട്ടുള്ള ജീവിത മൂല്യങ്ങളോ സിദ്ധാന്തങ്ങളോ ആണ്. അതുകൊണ്ടാണ് ഇവിടെ വൈവിധ്യം, പരസ്പരം പോരുകൾ വരെ നടക്കുന്നു. ഇന്ന് ലോകം ആ മതത്തിൻ്റെ കടന്നാക്രമണത്തിൻ്റെ ഇരയായിട്ട് വളരെ കഷ്ടപ്പെടുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെല്ലാവരും തന്നെ. പലർക്കും പല അഭിപ്രായവുമാണ് ഈ കാര്യത്തിൽ. ഭാരതത്തിൻ്റെ മൂല്യങ്ങളുണ്ടല്ലോ, ധർമ്മമൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ വേണ്ടതുപോലെ പ്രചരിപ്പിക്കുന്നതിൽ നമുക്ക് വലിയ ഒരു പ്രതിബന്ധമാണ് എന്ത്?
ശരിയായ ധാരണയില്ലായ്മ. നമ്മുടെ ഭാരതം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബഹുമത രാഷ്ട്രമാണെന്ന് വരെ നിങ്ങൾക്ക് പറയാം. ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യാനികളുണ്ട്, മുസൽമാന്മാരുണ്ട്. ഇത് രണ്ടിലും പെടാത്ത വേറെ ചില സിദ്ധാന്തക്കാരും മുറക്കാരുമെല്ലാം ഉണ്ട്. ഹിന്ദുമതത്തിൻ്റെ ഉള്ളിൽ തന്നെ കടന്ന് പരിങ്ങിയാൽ ചാർവാകന്മാരുണ്ട്, ബൗദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്. അതിൽ പല വിധത്തിലുള്ള സിദ്ധാന്തങ്ങളുണ്ട് ഇവിടെ. ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ഹിന്ദുമതം. അപ്പോൾ ഒരു മതം എന്ന് പറഞ്ഞുകൂടാ. മതം എന്നുള്ള സാധാരണ അർത്ഥത്തിൽ പറയുമ്പോൾ ബഹുമത രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെ രാഷ്ട്രത്തിൽ മതങ്ങൾ എന്തുണ്ടായാലും നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയമായ ഉണ്ടല്ലോ, ചിരപരീക്ഷിതമായിട്ടുള്ള മൂല്യങ്ങൾ. ആ മൂല്യങ്ങൾ സ്വന്തമായി തനതായി അവിടെ പ്രകാശിക്കുന്നു, നിലനിൽക്കുന്നു എന്നൊരു വർത്തമാനം ഈ സദസ്സ് മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അഷ്ടാവക്ര സംഹിത എന്നുള്ള പേരിൽ നിങ്ങളുടെ സ്വാമിജിത 2ാമത്തെ കൊല്ലമാണ് ഇവിടെ പ്രസംഗം നടത്തിക്കൊണ്ടുവരുന്നത്. തത്വസമീക്ഷ. ആ തത്വസമീക്ഷയിൽ മനുഷ്യൻ്റെ വ്യക്തിയെയും മനസ്സിനെയും ബുദ്ധിയെയും തട്ടി നിൽക്കുന്ന മൂല്യങ്ങളല്ലാതെ ഞാൻ എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ എന്നാ ചോദ്യം. എന്താ മിണ്ടാത്തെ? ഇവിടെ ഹിന്ദു വരുന്നില്ല, അഹിന്ദു വരുന്നില്ല. പൂച്ചയ്ക്ക് പോലും ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നാം പൂച്ചയെ ക്ഷണിച്ച് ഇവിടെ ഇങ്ങോട്ട് ഇരുത്തും. ഇത് കേൾക്കാനും ഗ്രഹിക്കാനും പറ്റുന്നവരാരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇത് സ്വീകാര്യമാണ്, ഗ്രഹിക്കാവുന്നതാണ്. അങ്ങനെ മനുഷ്യൻ്റെ ചിരപരീക്ഷിതമായ മൂല്യങ്ങളാണ് ഭാരതത്തിലുള്ളത്. ഭാരത പ്രജകളാണ് എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിൽ ഏറ്റവും പഴക്കം കൂടിയത്. അന്നു മുതൽക്ക് ഉടലെടുത്തതും നിർഗളിച്ചതുമായ ഈ മൂല്യങ്ങൾ ഇന്നേ വരെ നാം പരിരക്ഷിച്ചു പോരുന്നു. എന്താണ് ഇങ്ങനെ നിലനിൽക്കാൻ കാരണം? നല്ല പോലെ മനസ്സിലാക്കണം. All our values are relating to the emotional mind and the rational intelligence. മനുഷ്യൻ്റെ വ്യക്തിത്വം, ആദിമ വ്യക്തിത്വവും ആധുനിക വ്യക്തിത്വവും തമ്മിൽ മാറ്റമില്ല. അന്നത്തെ മനസ്സാണ് ഇന്ന്, അന്നത്തെ ബുദ്ധിയാണ് ഇന്ന്. അത് പ്രവർത്തിക്കുന്ന മേഖലകളിൽ വ്യത്യാസം വരാം. നമ്മുടെ രക്തവും ഏതാണ്ട് പഴയ രക്തം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പം മനുഷ്യരാശി വ്യക്തിയമായോ സമാജമായോ ലോകപരമായോ മാറുന്നില്ല. എല്ലാം വ്യക്തികൾ ഒന്നാണ്. ആ വ്യക്തികളുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്നതാണ്, പ്രേരിപ്പിക്കുന്നതാണ്, ആവേശം കൊള്ളിക്കുന്നതാണ്, നയിക്കുന്നതാണ് മനസ്സ്. മനസ്സിന് ദിശ നൽകുന്നതാണ് ബുദ്ധി. മനസ്സ് വികാരാത്മകം, ഭാവാത്മകം. ബുദ്ധി ആലോചനാത്മകം, വിചാരാത്മകം. അങ്ങനെ വൈകാരികമായ മനസ്സെയും യുക്തിസഹമായിരിക്കുന്ന ബുദ്ധിയെയും തട്ടി നിൽക്കുന്നതാണ് നമ്മുടെ മൂല്യങ്ങൾ മുഴുവനും. ഏതെങ്കിലും ഒരു മൂല്യം വേണ്ടതുപോലെ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അത് കേൾക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് 2 തരത്തിലുള്ള പ്രതികരണം എക്സ്പെക്റ്റ് ചെയ്യാം, ഉദ്ദേശിക്കാം. When any value is properly, rightly and effectively explained, it is bound to evoke a twofold response from the listener. One is an emotional persuasion and the other is a rational compulsion. The emotional persuasion arises from the mind of man and the rational compulsion has its genesis in the rational structure of his intelligence. ഒരു മൂല്യം വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആ കേൾക്കുന്നവനോ വായിക്കുന്നവനോ ആ ആളിൽ നിന്ന് 2 തരത്തിലുള്ള പ്രതികരണം നമുക്ക് ഉദ്ദേശിക്കാം. ഒന്ന്, വൈകാരികമായ ഒരു നിർബന്ധം, വൈകാരികമായിരിക്കുന്ന ഒരു നിർബന്ധം, ഒരു പ്രേരണ. യുക്തിസഹമായിട്ടോ വല്ലാത്തൊരു ഉറപ്പ് നിർബന്ധിക്കുക, ഈ പറയുന്നത് ശരിയാണ്, സ്വീകരിച്ചേ പറ്റുള്ളൂ എന്ന്. ഇതാണ് നമ്മുടെ മൂല്യങ്ങളെല്ലാം. അതുകൊണ്ടാണ് ഈ മൂല്യങ്ങൾ ഇക്കണ്ട കാലമായി യാതൊരു ക്ഷതവും ഏൽക്കാതെ നിലനിന്ന് പോന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൽ. മതങ്ങളൊക്കെ ഈശ്വരനെ ആശ്രയിച്ചാണ് എന്തും പറയുന്നത്. തത്വമൂല്യ സിദ്ധാന്തങ്ങളെല്ലാം തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ആശ്രയിച്ച് നിലകൊള്ളുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ തത്വമൂല്യ സിദ്ധാന്തങ്ങളിലൊന്നും മതം ഇടപെടേണ്ട ആവശ്യമില്ല. മതത്തെയും ഈശ്വരവിശ്വാസത്തെയും അകറ്റി നിർത്തി നമ്മുടെ ദേശീയ മൂല്യങ്ങൾ എന്തും പ്രതിപാദിക്കാൻ നമുക്ക് സാധിക്കും. വസുധൈവ കുടുംബകം, ലോകം മുഴുവനും നമ്മുടെ കുടുംബമാണെന്ന്. ഇവിടെ ഈശ്വരൻ എവിടെ വന്നു? ആത്മാവിനെ പറ്റി പോലും പറയുന്നില്ല. അങ്ങനെ പലതരത്തിലുള്ള മൂല്യങ്ങളാണ്. ഇതെന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ത്? ആദ്യമായി മൂല്യങ്ങൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് തന്നത് മനു എന്ന് പറയുന്ന മഹർഷിയാണ്.
ദ ഫസ്റ്റ് ലോ ഗിവർ ഓഫ് ദ വേൾഡ് ഈസ് മനു. ആ മനു എഴുതി വച്ചിരിക്കുകയാണ്. വർണ്ണം ആശ്രമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നും ലോകത്തിൽ ജനങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കോൺസെപ്റ്റാണ്, തെറ്റിദ്ധരിച്ചിരിക്കുകയാണത്. അദ്ദേഹം പറയാണ്, അഹിംസാ സത്യമസ്തേയം ശൗചമിന്ദ്രിയ നിഗ്രഹ ഏതത് സാമാസികം ധർമ്മം ചാതുർവർണ്ണ്യേ അബ്രവീൻ മനു. എത്രയെല്ലാം വർണ്ണങ്ങൾ ഉണ്ടോ ഇല്ലയോ, വർണ്ണങ്ങളുള്ളവരും വർണ്ണങ്ങളില്ലാത്തവരും ലോകത്തിലെ അമ്മയ്ക്ക് മകനോ മകളോ ആയി ജനിച്ച എല്ലാവർക്കും തന്നെ സ്വീകാര്യമായിട്ടുള്ള 5 അച്ചടക്കങ്ങൾ ഞാൻ പറയാം. എന്തൊക്കെയാ? അഹിംസ, സത്യം, അസ്തേയം. അഹിംസ എന്നുള്ള വാക്കിനർത്ഥം ഒരൊറ്റ ആളെയും ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നേര് ചൊവ്വ് അങ്ങനെ ഉള്ളതുപോലെ അങ്ങോട്ട് പറയുക. അസ്തേയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ മുതൽ ഒരു തരത്തിലും കണ്ടോ കേട്ടിട്ടോ സംഘടിതമായോ മറ്റു പ്രകാരത്തിലോ അപഹരിക്കാതെ ഇരിക്കൽ. ശൗചം എന്ന് പറഞ്ഞാൽ ദേഹവൃത്തി, വസ്ത്രവൃത്തി, താമസ സ്ഥലത്തിലെ വൃത്തി, ഉപയോഗിക്കുന്ന സ്ഥലമെല്ലാം വൃത്തിയും വെടുപ്പുമായിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമാക്കുക, ബുദ്ധി ശുദ്ധമാക്കുക, അഹങ്കാരം ശുദ്ധമാക്കുക. ഇങ്ങനെ പുറത്തും അകത്തുമുള്ള ശുദ്ധിയാണ് പിന്നെ ഒന്ന്. അവസാനത്തതോ ഇന്ദ്രിയ നിഗ്രഹം. ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനും സുഖിക്കാനുമുള്ളതാണ് ഭോഗവസ്തുക്കളെല്ലാം തന്നെ. ആ ഭോഗവസ്തുക്കളോട് അമിതമായ താല്പര്യമോ കൂടുതൽ അനുഭവിക്കണം, ഭുജിക്കണം എന്നൊരു തോന്നലോ ഇല്ലാതെ മിതമായ ജീവിതം നയിക്കുന്നതാണ് വാസ്തവത്തിൽ മനുഷ്യന് ചേർന്നത്. മോഡറേഷൻ ഈസ് ദ വാച്ച് വേർഡ് ഫോർ എനി റീസണബിൾ, റാഷണൽ, പ്രോഗ്രസീവ് ഇൻഡിവിജ്വൽ ഇൻ ദിസ് വേൾഡ്. അപ്പം മിതമായിട്ട് നമുക്ക് എന്തുമാവാം. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. കൃഷ്ണൻ പറയണതാണ്. ആഹാരത്തിൽ മിതത്വം, ജോലി ചെയ്യുന്നതിൽ മിതത്വം, വിനോദങ്ങളിൽ മിതത്വം, ഉറങ്ങുന്നതിൽ മിതത്വം, സ്വപ്നം കാണുന്നതിൽ, ഉണർന്നിരിക്കുന്നതിൽ എല്ലാറ്റിലും മിതശീലനായി എന്നിരിക്കട്ടെ. അതാണ് ദുഃഖം നശിപ്പിക്കുന്ന യോഗത്തിൻ്റെ അഭ്യാസം. അപ്പം നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ ക്രമീകരിച്ച് അനാവശ്യമായിട്ടുള്ള ഭോഗങ്ങൾ വേണം എന്ന് തോന്നാണ്ടിരിക്കുക. ഇന്ന് നമുക്ക് കാണുന്ന വിനകൾ മുഴുവനും എന്തെല്ലാം ഉണ്ടോ, ഇവിടുത്തെ സ്കാം, കോം, തോം എല്ലാം തന്നെ ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാത്തത് കൊണ്ട് തരുന്നതാണ്. ഒരാൾ ടെലികമ്മ്യൂണിക്കേഷൻസ് മിനിസ്റ്ററായ അവരവരുടെ കെട്ടിടങ്ങളിൽ സർവത്ര ആ പറമ്പിൽ മുഴുവൻ ടെലികമ്മ്യൂണിക്കേഷനാണ്. പിന്നെ ഇതെന്താ അതിൻ്റെ അർത്ഥം? ഒരാൾക്ക് സഞ്ചരിക്കാൻ ഒരു കാറ് മതി, ഇരിക്കാൻ ഒരു വീട് മതി, ഊണ് കഴിക്കാൻ ഒരു ടേബിൾ മതി. ആ സ്ഥാനത്ത് 10ഉം 15ഉം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? അപ്പം ഇതെല്ലാം ഇന്ദ്രിയങ്ങൾക്ക് നിയന്ത്രണമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഭരണതലത്തിൽ പോലും അഴിമതിയും പക്ഷപാതപരവും എല്ലാം കൂടി കൊടികുത്തി ഇവിടെ വാഴുന്നത്. നല്ല പോലെ മനസ്സിലാക്കുക. വ്യവസായത്തുറകൾ വളരെ പ്രധാനമാണ്. അവിടെയും മൂല്യം വളരെ പ്രധാനമാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു വ്യവസായം വേണ്ടതുപോലെ നടക്കണമെങ്കിൽ എന്തു വേണം? ആദ്യമായിട്ട് മൂലധനം വേണം, ക്യാപിറ്റൽ. രണ്ടാമത് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനെ മുഴുവൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധന സാമഗ്രികളും സേവന വ്യവസ്ഥകളുമാക്കി മാറ്റാൻ വേണ്ടി നല്ല ഒരു കോർപ്പറേറ്റ് ടീം, ഉദ്യോഗസ്ഥ വൃന്ദം വേണം, മാൻ പവർ, മുതൽ മുടക്ക്. പിന്നെ റോ മെറ്റീരിയൽ വേണം, മൂലവസ്തു, ഉത്പാദനത്തിനുള്ള വസ്തു ഉണ്ടാക്കണം അവിടെ. ഇത് മൂന്നും പോലെ വളരെ പ്രധാനമാണ് വാല്യൂ എന്ന് പറയുന്ന ക്യാപിറ്റലും. ഒരു വ്യവസായം ദീർഘനാൾ ജീവിക്കണം, ദീർഘനാൾ വാഴണമെന്നുണ്ടെങ്കിൽ അത് വാല്യൂ എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ്. എന്തിനാണ് ആ വ്യവസായം സ്ഥാപിച്ചിരിക്കുന്നത്? എന്താണ് ലക്ഷ്യങ്ങൾ, മൂല്യങ്ങൾ? ആ വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ ഹിതാഹിതങ്ങൾ മനസ്സിലാക്കി അവർക്ക് തൃപ്തിപ്പെട്ട് അവർ അനുമോദിക്കുന്നതും അഭിനന്ദിക്കുന്നതുമായ രീതിയിൽ വേണം വ്യവസായം കൊണ്ടു നടക്കാൻ. അപ്പോൾ കസ്റ്റമർ ഓറിയൻറ്റഡ്, ഉപഭോക്താവോട് ചാരി നിന്ന് വേണം എന്ത് വ്യവസായവും നടത്താൻ. തൻ്റെ വ്യവസായം മൂലം കാറ്റിന് മലിനീകരണമോ വെള്ളത്തിന് മലിനീകരണമോ ഭൂമിക്ക് മലിനീകരണമോ നാം ഉണ്ടാക്കരുത്. അങ്ങനെ പ്രജകളെ നിലനിർത്തി ഉപഭോക്താക്കളെ താഴ്ത്തി തലോടി നിലനിർത്തിക്കൊണ്ടു പോകുന്നവരാണ് വ്യവസായം. അപ്പം അതൊരു മൂല്യം വളരെ പ്രധാനമാണ്. ഈ മൂല്യമില്ലെങ്കിൽ എന്തുണ്ടാവും? എല്ലാം നശിക്കും. മൂല്യമില്ലാത്ത വ്യക്തി തകർന്നത് തന്നെ, കുടുംബം വീണത് തന്നെ, സമാജമോ തരിപ്പണമായത് തന്നെ.
ഒരു രാഷ്ട്രമാണെങ്കിൽ രാഷ്ട്രവും നശിക്കും. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി ഇത്ര ദിവസമായി, നമ്മുടെ ഭരണത്തിനുള്ള മൂല്യങ്ങൾ ഇനിയും നാം അംഗീകരിച്ചിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല. എവിടെ നോക്കിയാലും അവിടെ കറപ്ഷനാണ്. അങ്ങനെ ഒരു സർക്കാരിന് ഭരിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ കൊല്ലവും നമ്മൾ ആഗോള വ്യവസ്ഥയിൽ മൂല്യം പരിശോധിച്ച് നോക്കിയാൽ ഭാരതം കുത്തനെ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുക. ഈ സദസ്സിനെ നോക്കി ഞാൻ എന്താ പറയുക? നിങ്ങളൊക്കെ മൂല്യത്തിൽ വലിയ താല്പര്യമുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പണ്ടുകാലത്ത് അഷ്ടാവക്ര മഹർഷി ജനക മഹാരാജാവോട് പറഞ്ഞത് ആധുനിക ബന്ധത്തോടു കൂടി കേട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കണം, പകർത്തണം, അനുഷ്ഠിക്കണം എന്ന് വിചാരിച്ച് വന്നവരാണ് നിങ്ങളെല്ലാവരും. ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ രാജ്യത്തിലുള്ളപ്പോൾ ഇത്രയധികം മൂല്യച്യുതി എന്തിനുണ്ടാവണു? എന്താ കാരണം? ഭാരതത്തിൻ്റെ മഹിമ എന്താ? 2 യുദ്ധമാണ് ഇവിടെ പ്രധാനമായിട്ട് നടന്നത്. ഒന്ന് രാമരാവണ യുദ്ധം, അത് ഭാരതത്തിലല്ല ലങ്കയിൽ പോയിട്ടാണ് നടന്നത്. സാധാരണ ശ്രീരാമൻ പുറത്തു പോവാൻ ഒരിക്കലും ഉദ്ദേശിച്ചില്ല. സുഗ്രീവൻ അഭിഷേകം ചെയ്യാൻ സമയത്ത് രാമനെ വിളിച്ചപ്പോൾ ഞാൻ വരില്ല, എൻ്റെ വനവ്രതത്തിൽ നഗരത്തിൽ പോണ ചോദ്യമില്ല, പരമാവധി ലക്ഷ്മണൻ വന്നോട്ടെ എന്ന് പറഞ്ഞയക്കുക ചെയ്തത്. അത്ര മൂല്യബദ്ധനായിരിക്കുന്ന ശ്രീരാമൻ എന്തിനാണ് ലങ്കയ്ക്ക് പോയത് യുദ്ധം ചെയ്യാൻ? അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയെ അപഹരിച്ചു പോയതിൻ്റെ പേരിൽ അപഹർത്താവിനെ കണ്ടുപിടിക്കാൻ മാത്രം വേണ്ടി എവിടെയായാലും അവിടെ പോവാനുള്ള അവകാശവും ആത്മനിർബന്ധവും ഉണ്ടാകും നല്ല ഭരണകർത്താക്കൾക്ക്. അതുകൊണ്ട് അവിടെ പോയതാണ്. ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം 1 മിനിറ്റ് നിന്നില്ല. ലക്ഷ്മണ, എത്ര സ്വർണമയമായാലും ഈ ലങ്ക എനിക്ക് രുചിക്കുന്നില്ല. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദവികരീയസി. സ്വർണമയമായ ലങ്കയിൽ എനിക്ക് രുചിയില്ല. ജനനിയും ജന്മഭൂമിയുമാണ് മേലെ, നമുക്ക് പോവുക, ഒരു സാധനം എടുക്കണ്ട. വിഭീഷണ രാജാവായി വാഴിച്ചു കഴിഞ്ഞു, പോവുക എന്ന് പറഞ്ഞ് സീതയും കൂട്ടിക്കൊണ്ട് വരിക ചെയ്ത് അഗ്നിപ്രവേശം ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു യുദ്ധം നടന്നു. അതിന് മുൻപാണ് കരദൂഷണ തൃശിരസ്സുമാർ 3 പേരെ 14,000 രാവണൻ്റെ പടയോടുകൂടി ജനസ്ഥാനത്ത് വന്ന് ക്യാമ്പ് ചെയ്ത വർത്തമാനം മഹർഷിമാർ കണ്ട് മനസ്സിലാക്കി ശ്രീരാമനെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ ഏർപ്പെടുത്തി. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? കരദൂഷണ തൃശിരസ്സുമാരുടെ സേനയും ശ്രീരാമനും കൂടി എന്തെങ്കിലും തരത്തിലൊരു ആശയ സംഘടനം നടക്കാതെ ഇരിക്കില്ല. അങ്ങനെ വന്നാലോ ശ്രീരാമൻ ഇവരെയെല്ലാം നശിപ്പിക്കാൻ പ്രാപ്തനാണ്. വല്ലാത്ത ധർമ്മശക്തി, മനഃശക്തി ഉള്ളവനാണ്. അതുകൊണ്ടാണല്ലോ പട്ടാഭിഷേകം നടത്തുന്ന ദിവസം, യുവരാജാവായി അഭിഷേകം ചെയ്യുന്ന ദിവസം തന്നെ ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഞാൻ അയോധ്യ കടന്നിരിക്കും എന്ന് കൈകേയിയോട് പറഞ്ഞ് പുറത്തു കന്നത്. അപ്പം അങ്ങനെ വിശേഷപ്പെട്ട ഒരു അധ്യാത്മശക്തി ഉള്ളവനാണെന്ന് പറഞ്ഞ് രാമനെ കൊണ്ട് ആ സേനയെ മുഴുവൻ നേരിടാം എന്ന് വിചാരിച്ച് മഹർഷിമാരാണ് പുറപ്പെട്ടത്. ഇവിടെ സന്യാസിമാർക്കും മഹർഷിമാർക്കുമുള്ള രാജ്യസ്നേഹം, രാജ്യഭക്തി ഉണ്ടല്ലോ, അതിന് താഴെയുള്ളൂ ഇവിടെ തെരഞ്ഞെടുത്തവർക്കും എല്ലാവർക്കും ഉള്ള ഭക്തി. അവരുടെ ഭക്തി ചിലപ്പോൾ രാത്രിക്ക് പാർട്ടി മാറും. ഇവിടെ അങ്ങനെയുള്ള മാറ്റമൊന്നുമില്ല. ഒരു ഭാരതം, ഒരു ഭാരതാംബ, അതിൻ്റെ സന്താനം അവിടെ ജനിച്ചു, അവിടെ ജീവിക്കുന്നു, അവിടെ വീഴുന്നു. സന്ദേശവാഹകന്മാരായി പുറത്തു പോയാലും നാം ഇവിടെ ശരീരം വിടാൻ ഇഷ്ടപ്പെടുന്നത് സ്വന്തം ദേശത്തിലാണ്. ആ ഒരു യുദ്ധം നടന്നു. എന്തിൻ്റെ പേരിലാണ്? അഹിംസ, സത്യമസ്തേയം എന്ന് പറയുന്ന 5 മൂല്യങ്ങളിൽ ഒരെണ്ണം തെറ്റിച്ച് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അത് കണ്ടുപിടിച്ച് ശിക്ഷിച്ച് അവിടുന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീരാമൻ പോയത്. 2ാമത്തെ യുദ്ധമാണ് പൊരിഞ്ഞ യുദ്ധം കുരുക്ഷേത്രത്തിൽ. ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ 45 ലക്ഷം പടയാളികളാണ് ജംബൂദ്വീപത്തിൽ നിന്ന് കുരുക്ഷേത്രത്തിൽ എത്തിയത്. അവർക്കൊക്കെ അടയാളങ്ങൾ കൊടുത്തു. ഓരോരുത്തരും എല്ലാവർക്കും അഭിജ്ഞാന ചിഹ്നം കൊടുത്തതിന് ശേഷം ഒരു ചാർട്ടർ എഴുതിയുണ്ടാക്കി ഒപ്പിട്ടതിന് ശേഷമാണ് യുദ്ധം തുടങ്ങിയത്. ആ യുദ്ധം, ഇത് 2 യുദ്ധവും ഇവിടെ നടന്നത് മൂല്യ സംരക്ഷണത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഭാരതത്തിൽ വാഴേണ്ടത് ധർമ്മയുക്തം, മൂല്യയുക്തമായ ഒരു ഭരണ സംവിധാനമാണോ, അതോ മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞ് ഇവിടെ ഭരിക്കാമോ എന്നുള്ള ചോദ്യത്തിനാണ് സഹോദരന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. അതിന് എതിർഭാഗത്ത് പിതാമഹനുണ്ടായിരുന്നു, മുത്തശ്ശൻ, പഠിപ്പിച്ച ദ്രോണനുണ്ടായിരുന്നു, കൃപാചാര്യനുണ്ടായിരുന്നു, പലരും. എന്നിട്ടും അവർ പടപൊരുതി
അവസാനം ധർമ്മമാണ് ഇവിടെ ഭരിക്കേണ്ടത് എന്ന് മുദ്രകുത്തി പണ്ടേ മുതൽ. മൂല്യം ചുതിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മറുപടി പറയാനുള്ളത് റോമൻ സാമ്രാജ്യം. അവർ പണത്തിൻ്റെ അഭാവം കൊണ്ടല്ല, not due to lack of economic prosperity, welfare. On the other hand, a terrible and inconceivable decline, inarrestable decline that happened in the value sense of the people. അവിടെ ഭരിക്കാനുള്ളവർക്ക് ആർക്കും മൂല്യം എന്നൊരു ബോധമോ ഒരു വിചാരമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആന്തരമായിരിക്കുന്ന മനോമൂല്യ തകർച്ചയിൽ നിന്നാണ് റോമൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായത്. നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യ അതുപോലെ വീഴണോ അതോ ഇന്ത്യ തല ഉയർത്തിപ്പിടിച്ച് ലോകത്തിൽ ജീവിക്കണമോ എന്ന് നല്ല പോലെ ആലോചിച്ച് മറുപടി പറയണം. നമ്മുടെ ഇലക്ഷൻ വെറും ഇലക്ഷൻ ആവരുത്, അത് മൂല്യ സംരക്ഷകമായിരിക്കുന്ന ഇലക്ഷൻ ആവണം. ആര് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുമോ അവരെ നമ്മൾ തിരഞ്ഞെടുത്തു. ആ മൂല്യ പരിരക്ഷണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ ഭരിക്കണം, തിരഞ്ഞെടുക്കപ്പെടണം. ഈ ഒരു ബോധം വരുന്നത് വരെ നമുക്ക് ഒരു തലയ്ക്കും നന്മ ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ അഷ്ടാവക്ര മഹർഷി എന്താ പറഞ്ഞത്? ജനകൻ്റെ ചോദ്യത്തിന് മറുപടിയായി 5 കാര്യമാണ് പറഞ്ഞത്. എന്താ? ക്ഷമാർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ. മനു പറഞ്ഞു എന്ത്? അഹിംസ സത്യമസ്തേയം ശൗചം ഇന്ദ്രിയ നിഗ്രഹ എന്ന് പറഞ്ഞു. ക്ഷമ ആർജവദയാതോഷ സത്യം പീയൂഷവദ്ഭജ 5 എണ്ണേ പറഞ്ഞുള്ളൂ. അതിനുശേഷം പിന്നെ പറയുന്നതൊക്കെ ജ്ഞാനമാണ്. ഇതിലെന്തെങ്കിലും ഒന്ന് മതം എന്ന് പറഞ്ഞ് മതനിരപേക്ഷ സർക്കാരിന് മാറ്റി നിർത്താനുണ്ടോ എന്ന് മതനിരപേക്ഷക്കാർ തന്നെ പറയട്ടെ. 10ാമത്തെ ശ്ലോകം. യത്ര വിശ്വമിദം ഭാതി കൽപ്പിതം രജ്ജു സർപ്പവത് ആനന്ദ പരമാനന്ദ സബോധസ്ത്വം സുഖം ചര. പിന്നെയും പറയണത് സുഖമായി വാഴൂ എന്നാണ്. അധ്യാത്മത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശം മനുഷ്യൻ്റെ ദുഃഖങ്ങളെ മുഴുവൻ തുടച്ചു മാറ്റി അവനെ സുഖസ്ഥനാക്കണം, സുഖിയാക്കണം എന്നാണ്. എന്തിനാണ് ഈ ആത്മതത്വ സമീക്ഷ നടത്തുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, മനസ്സിലുള്ള ദുഃഖം ഉന്മൂലനം ചെയ്ത് സുഖം ഉള്ളിലും പുറത്തുമായി അഭിഷേകം ചെയ്ത് അതിലങ്ങനെ നീന്തി ആറാടി കളിക്കാൻ. അതാണ് നമ്മുടെ ഉദ്ദേശം. യത്ര വിശ്വമിദം ഭാതി വിശ്വമിദം ഭാതി കൽപ്പിതം രജ്ജു സർപ്പവത് ആനന്ദ പരമാനന്ദ സബോധസ്ത്വം സുഖം ചര. ഏതാണ്ട് 60 കൊല്ലമായി ഈ ഭൂമാനന്ദ സ്വാമി ഒരു സഞ്ചരിക്കുന്ന വിശ്വവിദ്യാലയമായി അധ്യാത്മതത്വ പ്രവചനവുമായി വിദേശത്തും സ്വദേശത്തും സഞ്ചരിച്ചു വരുന്നു. ഒരൊറ്റ സ്ഥലത്തും ഞാൻ സാധാരണ പറയാറുള്ള രജ്ജു സർപ്പം പാമ്പ് കയറ് എന്ന് ഞാൻ പറയാറേ ഇല്ല. മായയെപ്പറ്റി ഞാൻ നൽകുന്ന വിവരണം ഒന്നും അങ്ങനെയുള്ളതല്ല. ഇവിടെ ആദ്യമായിട്ട് പറയാൻ പോവാ. പറയട്ടെ? ഇതുവരെ ഞാൻ മിണ്ടിയിട്ടില്ല. അത് എത്ര വിശ്വമിദം ഭാതി കൽപ്പിതം രജ്ജു സർപ്പവത് ആനന്ദ പരമാനന്ദ സബോധസ്ത്വം സുഖം ചര. എത്ര ഇതം വിശ്വം ഭാതി. നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? ഈ വിശ്വം മുഴുവനും പ്രകാശിക്കുന്നത് എവിടെ എന്നൊരു ചോദ്യമാണ് നിങ്ങളുടെ മുൻപിൽ എടുത്തിടുന്നത്. വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുൻപിലാണ് ഞാനിരിക്കുന്നത്, നിങ്ങളും ഇരിക്കുന്നത്. ധാരാളം ചെയറുണ്ട് ഇവിടെ. 2 ഭാഗത്തും പലതരത്തിലുമായി ഇത്രയും ജനങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ട്യൂബ് ലൈറ്റ് ഉണ്ട്. അപ്പുറത്തും വൃക്ഷങ്ങളും പനകളും ഒക്കെ ഉണ്ട്. സമ്മതിച്ചു. അവിടുന്ന് അങ്ങോട്ട് കണ്ണോടിച്ചാൽ അനന്തമായ ആകാശം, വാനം, നക്ഷത്രങ്ങൾ, ഇതെല്ലാം ഉണ്ടപ്പ. സമ്മതിച്ചു. അടുത്ത ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ വീക്ഷണവും അനുഭവവുമാണ്.
ആ വീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ കാണുന്ന പ്രപഞ്ചം, നിങ്ങൾ അനുഭവിക്കുന്ന പ്രപഞ്ചം, അനന്തമായ വസ്തുജാലം, അനന്ത ദൂരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സാമഗ്രികൾ, വസ്തുക്കൾ, ഗോളങ്ങൾ, പ്രകാശ സാന്ദ്രതകളുള്ളത്, ഇതെല്ലാം എവിടെയാണ് ഭാതി പ്രകാശിക്കുന്നത്? ഒന്ന് മറുപടി പറയുന്നപ്പാ. നിങ്ങൾ വിഡ്ഢികളല്ലല്ലോ. ഇതപ്പോൾ ഇന്നാൾ ഞാൻ പോകുമ്പോൾ പറയുക, സ്വാമിജി 95% സ്വാമിജിയുടെ ശ്രോതാക്കൾ എൻലൈറ്റൻഡ് ആണെന്നാണ് പറഞ്ഞത്, പ്രബുദ്ധരാണെന്നാണ് പറഞ്ഞത്. ആ പ്രബുദ്ധ ശ്രോതാക്കളോട് ചോദിക്കണു, ഈ സ്വാമി ഈ കാണുന്ന അനന്ത വിസ്തൃതി, അനന്ത വൈവിധ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണ്ടുവിളിക്കുന്നതും പറയുന്നതുമാണിത്. അത് പ്രകാശിക്കുന്നത് എവിടെ? എവിടെ? എത്ര? അവിടെ എങ്ങനെ പ്രകാശിക്കണു? കൽപ്പിതം രജ്ജു സർപ്പവത്. ഒരു കയറിനെ കണ്ട് പാമ്പ് എന്ന് വിചാരിക്കുന്നത് പോലെ ഉള്ളത് കയറാണ്, അത് പാമ്പായിട്ടാണ് തോന്നുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളിലാണ് അനുഭവം, നിങ്ങളിലാണ് പ്രകാശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം എന്താ? നിങ്ങളുടെ ഉള്ളിൽ എന്താ ഉള്ളത്? ഉണർവാണ് ഉള്ളത്, ബോധമാണ് ഉള്ളത്, ചൈതന്യമാണ് ഉള്ളത്. വാട്ട് യു ക്യാരി ഇൻ യുവർ ബോഡി ഈസ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ്. It is not a material product. Much less is it an energial something. It is not at all an object at all. അതൊരു വസ്തുവല്ല, അതൊരു വസ്തുവല്ല, അതൊരു ശക്തിയല്ല. ഇതൊന്നുമല്ലാത്ത ഒരു കോൺഷ്യസ്നെസ്സാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത്, പ്രജ്ഞ. അതാണ് ഈ ജഡശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത്. ആ ബോധാത്മകമായിരിക്കുന്ന ഉള്ളുണർവിൽ ഈ കണ്ട സ്ഥൗല്യം, സ്ഥൂല വസ്തുക്കളും അതിൻ്റെ നിറങ്ങളും അതിൻ്റെ വൈവിധ്യങ്ങളും എല്ലാം അവിടെ രൂപപ്പെടുന്നുണ്ടോ? ഉണ്ടാകുമോ? ആദ്യത്തെ പറച്ചിൽ എന്താ? എൻ്റെ ഉള്ളിലാണ് ഞാൻ അനുഭവിക്കുന്നത്, അവിടെയാണ് പ്രകാശിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു. അവിടെ പ്രകാശിക്കുന്നത് വാസ്തവത്തിൽ എന്താ? ബോധം. ഇറ്റ് ഈസ് കോൺഷ്യസ്നെസ്. അത് വസ്തുവല്ല, അത് ശക്തിയല്ല, അത് ബാഹ്യമല്ല, അതൊരു ഉണർവാണ്. ഇറ്റ് ഈസ് അൺലൈക്ക് മാറ്റർ, ഇറ്റ് ഈസ് അൺലൈക്ക് എനർജി, ആൻഡ് യു കനോട്ട് അട്രിബ്യൂട്ട് എനി കൈൻഡ് ഓഫ് എ ക്വാളിറ്റി, ഡയമെൻഷൻ ഓർ അതർ ഫീച്ചേഴ്സ് ഓഫ് ദി ഓബ്ജക്ട്സ് ഓഫ് ദ വേൾഡ്. അങ്ങനെ നോൺ ഓബ്ജക്റ്റായി, സബ്ജക്റ്റായി, അവെയർനെസ്, ശുദ്ധബോധ രൂപത്തിലിരിക്കുന്ന നിങ്ങളുടെ ഉൾസത്തയുണ്ടല്ലോ, ആ ഉൾസത്തയിൽ ഈ സ്ഥൂല വസ്തുക്കളെല്ലാം പരിണമിച്ചായി എന്നാണോ നിങ്ങൾ പറയുന്നത്? മനസ്സിലായില്ലേ പറയുന്നത്? മനസ്സിലായില്ലേ? അതാണ് രജ്ജു സർപ്പവത് എന്ന് പറയുന്നത്. അവിടെ കിടക്കണതൊരു പാമ്പാണ്, അല്ല അവിടെ കിടക്കണതൊരു കയറാണ്, അത് കാണുന്നത് പാമ്പായിട്ടാണ്. പാമ്പാണ്, എന്നെ കടിക്കും എന്ന് പറഞ്ഞ് ഓടുമ്പോഴും അവിടെ കയറ് തന്നെയാണ്, അത് പാമ്പായിട്ടില്ല. പാമ്പ് എന്നുള്ളൊരു വിചാരം വന്നതോടുകൂടി ഭയമായി, പേടിയായി, വിഷബോധമായി, പലതുമായി. അവിടെ കിടക്കുന്ന സാധനം കയറാ. നിങ്ങളുടെ ഉള്ളിലുള്ളത് ബോധമാണ്. ആ ബോധം 3 ഡയമെൻഷൻ ഉള്ളതൊന്നുമല്ല. അതിന് കനമില്ല, ഭാരമില്ല, ആകൃതിയില്ല, നിറമില്ല, മണമില്ല, ഗുണമില്ല, വിസ്താരമില്ല. ഒരു വസ്തുവും അല്ലാത്തൊരു സാധനം, ഉണർവ് മാത്രം. അത് ഉണ്ടെന്ന് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അനുഭവിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു വസ്തു ഈ പ്രപഞ്ചമായിത്തീർന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഒറ്റ ആളും മിണ്ടില്ലേ? മനസ്സിലായില്ലേ? ആദ്യം പറയട്ടെ. ഞാൻ നിങ്ങളെ മുഴുവൻ കണ്ടനുഭവിക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. എൻ്റെ ഉള്ളിൽ നിങ്ങളെ മുഴുവൻ കണ്ടനുഭവിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓരോരുത്തരും ആവുന്നുണ്ടോ? ഉണ്ടപ്പാ. പിന്നെ എന്താ പിന്നെ ഉണ്ടെന്ന് പറയണേ?
എൻ്റെ ഉള്ളിലൊരു സൂര്യൻ ഉദിക്കുന്നുണ്ടോ? എൻ്റെ ഉള്ളിലൊരു ചന്ദ്രൻ ഉദിക്കുന്നുണ്ടോ? എൻ്റെ ഉള്ളിലൊരു ആനയുണ്ടോ? എൻ്റെ ഉള്ളിലൊരു ഭൂമിയുണ്ടോ? അപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇല്ലാത്തത് എങ്ങനെയാണ് എനിക്ക് ഉണ്ടെന്നുള്ളൊരു ബോധമുണ്ടാവുന്നത്? കയറിനെ കണ്ട് പാമ്പ് എന്ന് വിചാരിക്കുന്ന മാതിരി. അവിടെ ഉള്ളത് ഉണർവ്. ആ ഉണർവാണ് പല വിധത്തിലുള്ള പരിണാമങ്ങൾ വരുത്തി ഇത് വസ്തുക്കളായി എന്ന് പറഞ്ഞ് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്. അത് ഏതുപോലെയാ? കിടന്നുറങ്ങുന്നവൻ സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിലൊരു പ്രപഞ്ചമുണ്ടാവുന്നു. അതിൽ അദ്ദേഹം സഞ്ചരിക്കുന്നു, ഹോട്ടലിൽ പോണു, ഊണ് കഴിക്കണു, ഫ്രണ്ട്സിനെ കണ്ടു, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, ചിലപ്പോൾ മരിച്ചു എന്നും സ്വപ്നം കാണും. ഈ വസ്തുജാലങ്ങൾ മുഴുവൻ നമ്മുടെ മനസ്സ് സൃഷ്ടിച്ച് അനുഭവപ്പെടുത്തുന്നത് പോലെ അങ്ങനെ ചെയ്യുന്ന സമയത്തും മനസ്സായിട്ട് തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത്. അപ്പം ഇവിടെ നടക്കുന്ന പരിണാമം എൻ്റെ കൂടെ ഉണ്ടോപ്പാ? ഇത് വാസ്തവത്തിൽ പരിണാമമല്ല. പാല് ഉറയൊഴിച്ച് അത് തൈരായി രൂപാന്തരപ്പെട്ട് ദ്രവരൂപത്തിലുള്ള പാല് ഉറച്ച് കട്ടിയായി ഉറതൈരായി അത് കഴിക്കുമ്പോൾ പുളി എന്ന് പറയുന്ന രസം വന്നു. അങ്ങനെ ഒരു കെമിക്കൽ ട്രാൻസ്ഫർമേഷൻ, ധാതു ലവണങ്ങളിൽ വരുന്ന ഒരു മാറ്റം, പരിണാമമാണത്. ഇവിടെയോ വിവർത്തനം മാത്രമേ ഉള്ളൂ. എന്താ ഈ വിവർത്തനം? അതാണ് രജ്ജു സർപ്പം. കയർ ഒരിക്കലും പാമ്പായി പരിണമിച്ചിട്ടില്ല. കയറായി തന്നെ കിടക്കണു. അതിനെ കണ്ട് നോക്കുന്നവനാണ് അത് പാമ്പ് എന്നൊരു തോന്നൽ. ആ തോന്നുന്ന സമയത്തും അവിടെ കയറായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ അനുഭവം പാമ്പാണെന്നാണ്. അവിടെ പാമ്പ് കയറായില്ലേ? അല്ല, കയറ് പാമ്പായില്ലേ? ഉവ്വ്. പക്ഷേ അത് പരിണാമ രൂപത്തിലല്ല, വിവർത്തന രൂപത്തിലാണെന്ന്. മനസ്സിലായോ പറയുന്നു? ഒന്ന്, വസ്തുക്കളിൽ ഘടനകളടക്കം പരിണമിക്കുന്നതാണ് പരിണാമം, ആ മാറ്റം. മറ്റതോ വസ്തുവിനൊരു മാറ്റവുമില്ല, അതൊരു ഭ്രമം ജനിപ്പിച്ച് പരിണമിച്ചതുപോലെ തോന്നുന്നു എന്ന്. അങ്ങനെ വിവർത്തം എന്ന് പറയുന്നതും പരിണാമം രണ്ട് തരത്തിലാണ് മാറ്റങ്ങൾ. അപ്പോൾ ഈ പ്രപഞ്ചപ്രതീതി മുഴുവൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് പരിണമിത രൂപമല്ല, വിവർത്തന രൂപം മാത്രമാണ്. മനസ്സിലായോ? ഇതാ ഞാൻ പറയാത്തതിനെ പറ്റി. പറയാതിരിക്കുന്നതിൻ്റെ കാരണം അതാ. നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ സമ്മതിക്കുന്നപ്പാ. ഞാനൊരു ആനയെ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സ് ആനയായിട്ടുണ്ടോ? ഒരു മരണം ദർശിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചോ? അപ്പം മരണം എങ്ങനെയാ കാണുന്നത്? എൻ്റെ മനസ്സിൽ മരണാനുഭവം എനിക്കുണ്ട്. ആ മരണാനുഭവം രചിക്കുന്ന സമയത്ത് മനസ്സ് മാറി മരണമാകുന്നില്ല. വെളുത്ത ഒരു വസ്തു അതിനെ കാണുമ്പോൾ കണ്ണ് വെളുക്കണില്ല, മനസ്സിനും വെളുപ്പ് നിറം വരണില്ല. വെളുപ്പ് നിറത്തിനെ പറ്റിയുള്ള അനുഭവം മനസ്സുണ്ടാക്കിക്കണു, അത്രയേ ഉള്ളൂ. മനസ്സിലൊരു പരിണാമം വരുന്നില്ല. അതിൻ്റെ ഇൻസ്ക്രൂട്ടബിൾ പവർ, അചിന്ത്യമായ ശക്തിയുടെ പ്രഭാവം, വിലാസം കൊണ്ട് അത് ആനയെയും പർവ്വതത്തെയും മരണത്തെയും എല്ലാം തന്നെ നിങ്ങൾക്ക് പരിണമിച്ചുണ്ടാകുന്നത് പോലെയുള്ള ഒരു അനുഭവം രചിക്കാൻ സമർത്ഥമാണത്. അങ്ങനെ ഈ കാണുന്നത് മുഴുവൻ ജനക മഹാരാജാവേ, എത്ര വിശ്വമിദം ഭാതി കൽപ്പിതം രജ്ജു സർപ്പവത്. രജ്ജു സർപ്പമാകുന്നത് പോലെയുള്ള അനുഭവമാണ്. ഈ ലോകത്തിൽ എന്ത് കാര്യം നിങ്ങൾ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും നിങ്ങൾ ആ കാര്യം ആകുന്നില്ല. മനസ്സിന് ഒരു മാറ്റവും വരണില്ല. മനസ്സതിൻ്റെ മനസ്ത്വത്തെ തന്നെ നിൽക്കുകയാണ്. ഒരു മാറ്റവും അതിന് വരുന്നില്ല. മനസ്ത്വത്തിൽ അതിൽ തന്നെ നിൽക്കണു അത്. പക്ഷേ ആ മനസ്സിന് അചിന്ത്യമായ ശക്തിയുണ്ട്, അവിഭാവ്യമായ ശക്തിയുണ്ട്. അതുകൊണ്ട് എന്തു വേണമെങ്കിലും അതിന് രചിച്ച് അനുഭവിപ്പിക്കാൻ സാധിക്കും. ഒക്കെ പരിണാമമല്ല, വിവർത്തമാണ് അവിടെ നടക്കുന്നത്. കൽപ്പിതം രജ്ജു സർപ്പവത്. അപ്പോൾ വാസ്തവത്തിൽ അങ്ങയുടെ സ്വരൂപം എന്താ? ബോധസ്വരൂപമാണ്. ആനന്ദ പരമാനന്ദ. ഒന്ന് പറയും. ആനന്ദ. ഒരു ചൊടിയില്ല. ഇപ്പം ഞാൻ എന്തിനാ അത്ര ശബ്ദം? ഞാൻ ഇനി ഇങ്ങനെ പറയാൻ പോകും. ആനന്ദ പരമാനന്ദ. ഒന്ന് ഉറക്കെ പറയുന്നപ്പ. ആനന്ദ പരമാനന്ദ. ആനന്ദ പരമാനന്ദ.
ആനന്ദപരമാനന്ദഃ ആനന്ദപരമാനന്ദഃ സബോധസ്ത്വം സുഖം ചര. സബോധസ്ത്വം സുഖം ചര. നമ്മുടെ ഉണർവിന് ഒരൊറ്റ അനുഭവമേ ഉള്ളൂ. അത് സുഖം രചിക്കണു, ദുഃഖം രചിക്കണു, നിറമുണ്ടാക്കണു, പല വിധത്തിലുള്ള വിസ്താരങ്ങളും ദൈർഘ്യങ്ങളും എല്ലാം ഉണ്ടാക്കണു. അങ്ങനെ എല്ലാം ഉണ്ടാക്കി അനുഭവിപ്പിക്കുന്ന സമയത്തും അത് ഇതെല്ലാം അല്ലാതെ ആനന്ദസ്വരൂപമായിട്ടിരിക്കുകയാണ്. എന്താണ് ഈ ആനന്ദസ്വരൂപം? അത് സുഖവുമല്ല ദുഃഖവുമല്ല, സുഖദുഃഖങ്ങൾക്ക് അതീതമാണ്. അത് ജ്ഞാനവുമല്ല അജ്ഞാനവുമല്ല, രണ്ടിനും അതീതമാണ്. അത് ബന്ധനവുമല്ല മോക്ഷവുമല്ല, അത് ഈശ്വരനുമല്ല ലോകവുമല്ല, അത് ഞാനല്ല താനല്ല നീയല്ല ഒന്നുമല്ല, എല്ലാറ്റിനും അതീതമാണ് അതീതമാണ്. ആ അതീതമായിരിക്കുന്ന വിശേഷപ്പെട്ട നിലയാണ് ആനന്ദപരമാനന്ദം എന്ന് പറയുന്നത്. ആ ആനന്ദ പരമാനന്ദ സ്വരൂപത്തിലുള്ള ബോധമാണ് ജനക ഭവാൻ. സബോധ ത്വം സുഖം ചര. എന്തു വേണമെങ്കിൽ കണ്ടോളൂ, എന്തു വേണമെങ്കിൽ അനുഭവിച്ചോളൂ, കരഞ്ഞോളൂ, ചിരിച്ചോളൂ, ഉരുണ്ടോളൂ, നിന്നോളൂ, കിടന്നോളൂ, കാണൂ, കേൾക്കൂ, രുചിക്കൂ, എന്തെല്ലാം വേണമെങ്കിലും ചെയ്യൂ. ഈ ചെയ്യുന്നതൊന്നും നിങ്ങളുടെ ഉള്ളുണർവിൽ ഒരു പൊട്ടുപോലും സ്പർശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എത്ര കരഞ്ഞാലും നിങ്ങളുടെ ഉണർവിന് സ്വല്പമെങ്കിലും ദുഃഖമില്ല. നിങ്ങൾ എത്ര ചിരിച്ചാലും ശരി, ഉള്ളുണർവിൽ അത് സ്പർശിക്കുന്നില്ല. ഈ പ്രപഞ്ചം മുഴുവനും പ്രതിഫലിക്കണു നിങ്ങളുടെ അന്തരംഗത്തിൽ. ആ പ്രതിഫലനം കൊണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സിന് ബാധയില്ല. സാധാരണ എല്ലാവരും മരിച്ചാൽ ഒന്ന് വീട്ടിൽ പോയി കണ്ടുക, നല്ല പോലെയാണെങ്കിൽ ഒന്ന് നമസ്കരിച്ച് വരിക എന്നൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. ഓരോരുത്തരും മരിച്ചവരെ പോയി കണ്ട് മൃതശരീരം കണ്ടു വരുമ്പോൾ നിങ്ങൾ മരിക്കുന്നുണ്ടോ? ഓരോ ജനിച്ച കുട്ടിയെയും പോയി കണ്ടുവരുമ്പോൾ നല്ലത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ജനിച്ചോ? അതുപോലെ കറുപ്പിനെ കാണുമ്പോൾ കറക്കുന്നുണ്ടോ? വെളുപ്പ് കാണുമ്പോൾ വെളുക്കുന്നുണ്ടോ? അപ്പോൾ സുഖമനുഭവിക്കുമ്പോൾ സുഖമുണ്ടോ? ദുഃഖം അനുഭവിക്കുമ്പോൾ നിങ്ങൾ ദുഃഖിയാവുന്നുണ്ടോ? ഇതാണ് പറഞ്ഞ രജ്ജു സർപ്പം. ദുഃഖിക്കണമെങ്കിൽ ദുഃഖിച്ചോളൂ, നിങ്ങളുടെ ഉള്ളുണർവിന് ദുഃഖമില്ല. സുഖിക്കണമെങ്കിൽ സുഖിച്ചോളൂ, ഉള്ളുണർവിന് സുഖമില്ല. അതിന് നിറമില്ലാത്തതുപോലെ, മണമില്ലാത്തതുപോലെ, ഗുണമില്ലാത്തതുപോലെ അതിന് സുഖാനുഭവമില്ല, അതിന് ദുഃഖാനുഭവമില്ല. അത് രണ്ടും അല്ലാത്തത് കൊണ്ടാണ് അത് സുഖിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും. കാലുകൊണ്ട് നമുക്ക് ഓടാം, ചാടാം, നിൽക്കാം, ഇരിക്കാം, കിടക്കാം. ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് കാലാണ്. എന്നാൽ ഈ കാല് ഇത് ഏതെങ്കിലും ഒന്നാണോ? എന്താ ഒരു മിണ്ടാത്തെ? അല്ല. അതുപോലെ മനസ്സ് നിങ്ങളെ സുഖിപ്പിക്കും, ദുഃഖിപ്പിക്കും, സംശയിപ്പിക്കും, പല വിധത്തിലുള്ള പോരായ്മകളും ഉണ്ടാക്കും. അതുപോലെ അത് നിറവും തികവും ഉണ്ടാക്കും. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി 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 അനുഭവിപ്പിച്ചു തരുന്ന നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, ആ മനസ്സ് എല്ലാറ്റിനും അതീതമാണ്. ആ അതീതമായിരിക്കുന്ന മനസ്സിൻ്റെ വർണ്ണന വിവരണമാണ് ആനന്ദപരമാനന്ദ. പറയൂ. ആനന്ദപരമാനന്ദഃ 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 സബോധസ്ത്വം സുഖം ചര. സബോധസ്ത്വം സുഖം ചര. ഇന്നു മുതൽക്ക് നിങ്ങൾ ചിരിക്കാൻ പേടിക്കരുത്, കരയാൻ കൂസരുത്, സുഖം അനുഭവിക്കാൻ വിഷമിക്കരുത്, ദുഃഖിക്കാനും കുറച്ചെങ്കിലും മടിക്കരുത്. ലോകത്തിലുള്ള എല്ലാ അനുഭവങ്ങളും ഒരുപോലെ തൊടുത്തുവിടുന്നതാണ് നമ്മുടെ മനസ്സ്. മഹാഭാരതത്തിൽ എത്ര മനോരസങ്ങളെയാണ് വർണ്ണിച്ചിരിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? അവിടെ കാമമുണ്ട്, ക്രോധമുണ്ട്, മതമുണ്ട്, മോഹമുണ്ട്, മാത്സര്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണ് ശാന്തിപർവം. ഇത് മുഴുവനും അനുഭവിച്ചു കഴിഞ്ഞ് പാകം വന്നിട്ടുള്ള മനസ്സിന് സ്വയം അനുഭവപ്പെടുന്നതാണ്
ഈ ആനന്ദ പരമാനന്ദവും ശാന്തിയും ശാന്തഗാംഭീര്യവും എല്ലാം അത് നല്ല പോലെ മനസ്സിലാക്കൂ. അറിവാണപ്പാ. ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയാണ്, ഇത് ജ്ഞാനമാണ്, ഇത് ജ്ഞേയമാണ്, അറിയപ്പെടേണ്ടതാണ്, ജ്ഞാനഗമ്യമാണ്, അറിയലിലൂടെയാണ്, അറിവിലൂടെയാണ്, അറിയുന്ന പ്രക്രിയയിലൂടെയാണ് നിങ്ങൾ അവിടേക്ക് എത്തുക. ഭൂമാനന്ദസ്വാമി നിങ്ങളെയൊക്കെ ആ ആനന്ദ പരമാനന്ദത്തിലേക്ക് എത്തിക്കുകയാണ്. ആ എത്തിക്കാനാണ് പറയുന്നത്. സുഖമനുഭവിക്കുമ്പോൾ നിങ്ങൾ സുഖിയല്ല, ദുഃഖമനുഭവിക്കുമ്പോൾ ദുഃഖിയല്ല. നിങ്ങളുടെ മനസ്സ് സുഖവും ദുഃഖവും ഉണ്ടാക്കി തരുന്നു, അത്രയേ ഉള്ളൂ. രണ്ടും ഉണ്ടാക്കാനായി അത് രണ്ടുമല്ലാതെ അവിടെ പ്രകാശിക്കുന്നു. അതാണ് ആനന്ദ പരമാനന്ദം. ഒരു ഡ്രാമ നന്നാവുന്നത് എപ്പോഴാണ്? അവിടെ കരയാനും ചിരിക്കാനും ഒരുപോലെയുള്ള സന്ദർഭങ്ങൾ മാറി മാറി കാഴ്ചവെക്കുമ്പോഴാണ് നാടകം നന്നാവുക. ആനന്ദ പരമാനന്ദ സബോധസ്ത്വം സുഖം ചരാ. നിങ്ങൾക്ക് തോന്നാം, സ്വാമിജി രജ്ജു സർപ്പം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കയറുന്നില്ലല്ലോ, ബുദ്ധിമുട്ടാണല്ലോ എന്ന്. ഈ സത്യം പറയാതെ അധ്യാത്മ സംവാദമോ ചർച്ചയോ നടക്കില്ല. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ എന്താ പറയണത് കേട്ടോളൂ. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷ്വവസ്ഥിതഃ നച മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. എവിടെ വെച്ചിട്ടാ കൃഷ്ണൻ സംസാരിച്ചത്? കുരുക്ഷേത്രത്തിൽ 45 ലക്ഷം പടയാളികൾ അക്ഷമരായി ശരം വിസർജിക്കാൻ എപ്പോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, അടക്കി പിടിച്ച്. ആ സമയത്താണ് 2 മണിക്കൂർ 2.5 മണിക്കൂർ സമയമെടുത്ത് കൃഷ്ണൻ സംസാരിച്ചത്. ആ പടക്കളത്തിലും അർജുനന് സമാധാനം, അർജുനന് സാന്ത്വനം, അർജുനന് സ്ഥൈര്യം, അർജുനന് ദൃഢനിശ്ചയം പ്രദാനം ചെയ്തത് ഈ ഉപദേശമാണപ്പാ, വേറെ ഒരു ഉപദേശവുമല്ല. അതിൻ്റെ ഭാഗമായി കൃഷ്ണൻ പറയുന്നു, മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന. കേൾക്കുന്നുണ്ടോ? ഈ ജഗത്ത് മുഴുവനും എന്നാൽ വ്യാപ്തമാണ്. ആരായി പറയുന്നത്? കൃഷ്ണൻ. ശബ്ദം വരുന്നത് നാവിൽ നിന്ന്. നാവും വായും ശരീരത്തിൻ്റെ ഭാഗമാണ്. ആ ശരീരത്തിൻ്റെ ഭാഗമായ വായിൽ നിന്ന് സംസാരിക്കണു. അപ്പം കൃഷ്ണൻ സംസാരിക്കുന്നത് ശാരീരിക വ്യക്തിത്വം ഉപയോഗിച്ചാണ്. ആ ശാരീരിക വ്യക്തിത്വത്തോടു കൂടിയിരിക്കുന്ന കൃഷ്ണൻ പറയുന്നു, മയാ ഇതം സർവം ജഗത് വ്യാപ്തം. ഈ കാണുന്ന ജഗത്ത് മുഴുവനും എന്നാൽ വ്യാപ്തമാണെന്ന്. അപ്പം കൃഷ്ണൻ്റെ ശരീരമാണോ അവിടെ വ്യാപിച്ചിരിക്കുന്നത്, അതോ ശരീരാന്തർഭാഗത്തിലുള്ള പ്രജ്ഞയും ചേതനയുമോ? എന്താ ഒരു മിണ്ടാത്തെ? ഇതാണ് എനിക്ക് പറയാൻ വിഷമം. ഇതിൽ ബുദ്ധിയാ കൂട്ടരെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. കൃഷ്ണൻ ഞാൻ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണൻ്റെ പാഞ്ചഭൗതിക ശരീരമാണോ വ്യാപിക്കുന്നത്, അതോ ശരീരത്തിൽ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഉണർവ്, ആ ഉജ്ജീവകമായിരിക്കുന്ന സാന്നിധ്യമോ? ആ സാന്നിധ്യമാണ് പരന്നിരിക്കുന്നത്. അതാണ് അദ്ദേഹം പറയണത് അവ്യക്തമൂർത്തിനാണ്. എൻ്റെ വ്യക്തമൂർത്തിയാണ് ശരീരം. ഒരു ഇരുമ്പ് കമ്പിയുണ്ട്. ആ ഇരുമ്പ് കമ്പിയിൽ പ്രവേശിക്കുന്ന ചൂട് ഇരുമ്പ് കമ്പി പോലെ സ്ഥൂലമോ നീളത്തിലും വണ്ണത്തിലും ഉള്ളതാണോ? അല്ലല്ലോ. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? ആ ഇരുമ്പ് കമ്പിയിൽ വ്യാപിക്കാൻ പറ്റിയ തരത്തിൽ, ഇരുമ്പ് കമ്പിയിൽ വ്യാപിക്കാൻ പറ്റിയ തരത്തിൽ, പ്രസരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ശക്തിവിശേഷമാണ് ചൂട്. അതുപോലെ കൃഷ്ണൻ ലോകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ചോര കൊണ്ടല്ല, വായു കൊണ്ടല്ല, ശരീരം കൊണ്ടല്ല, മാംസം കൊണ്ടല്ല. ഇത് എല്ലാറ്റിനെയും ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഉൾചേതനയാണ് വ്യാപിച്ചു കിടക്കുന്നത്. മത്സ്ഥാനി സർവഭൂതാനി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് മനസ്സിലാക്കുന്നതാണ് അപ്പാ നിങ്ങളുടെ ഭക്തി. ഭക്തി ഉണ്ടെങ്കിൽ ഇത് ഗ്രഹിക്കണം.
ഭക്തനോട് ഭഗവാൻ പറയുന്നതാണ് ഈ വസ്തുത. ഇത് ഗ്രഹിക്കാതെ നിങ്ങളുടെ ഭക്തിയെ അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഭക്തന്മാരല്ല, ഭുക്തന്മാർ, പ്രഹസനം നടത്തുന്നവരാ ഭക്തിയുടെ പേരിൽ. ഭഗവാൻ പറയുന്ന ഈ വാക്കുകൾ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഭക്തിയാണ് നമുക്കുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. മത്സ്ഥാനി സർവഭൂതാനി, അതിസൂക്ഷ്മമായ ഉൾചേതനയിലൂടെ ഞാനിങ്ങനെ വ്യാപിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങളും വ്യാപിച്ചിരിക്കുകയാണ്. കൃഷ്ണന് മാത്രമുള്ള പ്രത്യേകതയല്ലാതെ. കൃഷ്ണൻ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു ചൈതന്യം, ഒരു ശരീരം, ആ ശരീരത്തെ പോലെ ഉൾചേതന, ആ ഉൾചേതനയെ ഉണർന്ന് എൻ്റെ ഉൾചേതന സർവവ്യാപകമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. മത്സ്ഥാനി സർവഭൂതാനി, എന്നിൽ സ്ഥിതി ചെയ്യുന്നതാണ് എല്ലാ ഭൂതങ്ങളും. എന്നാലോ നചാഹം തേഷ്വസ്ഥിതഃ, ഞാൻ ഒരൊറ്റ എണ്ണത്തിലും സ്ഥിതി ചെയ്യുന്നുമില്ല. ഞാൻ പലപ്പോഴും പല സ്ഥലത്തും പോകുമ്പോൾ ചിലർ മാത്രം ചോദിക്കും, സ്വാമിജി ഇതിന് എന്താ അർത്ഥം എന്ന്. എൻ്റെ അവ്യക്ത ഭാവം കൊണ്ടാണ് ഞാൻ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത്. ലോകം മുഴുവനും ഞാൻ വ്യാപിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കാമല്ലോ, ഈ ലോകത്തിലുള്ള ജഗത്ത് മുഴുവനും ജഗത് വസ്തുക്കൾ എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആണെങ്കിലോ ഞാൻ ഒന്നിലും പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു വസ്തു നശിച്ചാൽ ഞാൻ പൂർണ്ണമായി സ്ഥിതി ചെയ്യുമ്പോൾ ഞാനും നശിക്കുമല്ലോ. ഈശ്വരൻ അവിനാശിയാണ്. എല്ലാറ്റിലും ഞാനുണ്ട്, എല്ലാം എന്നിലാണെങ്കിലും ഒന്നും നശിക്കുന്നത് കൊണ്ട് എനിക്ക് നാശം വരില്ല. ഇപ്പം ഭൂമി നശിച്ചു പോയാൽ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന സത്താവിശേഷത്തിന് നാശം സംഭവിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നു എല്ലാ ഭൂതങ്ങളും എന്നുണ്ടെങ്കിലും ഞാൻ പൂർണ്ണമായി ഒന്നിലും സ്ഥിതി ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ പറയണു, അപ്പാ നചമത്സ്ഥാനി ഭൂതാനി. ആദ്യം പറഞ്ഞത് രണ്ടും മനസ്സിലാക്കിയോ നിങ്ങൾ? ഇനി പറയണു നചമസ്താനി ഭൂതാനി, ഒരൊറ്റ വസ്തുവും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. ആദ്യം പറഞ്ഞു എല്ലാം എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഞാൻ ഒന്നിലുമില്ല എന്ന്. പിന്നെ പറയുന്നു സർവഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഇത് എന്താണ് കൃഷ്ണ? പശ്യമേ യോഗമൈശ്വരം, ഇതാണ് ഐശ്വരമായ യോഗം. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കാണിക്കുന്ന മഹത്വം എനിക്കുണ്ട്. എന്താ? ഇല്ലാത്തതിനെ തന്മയത്വത്തോടുകൂടി കാണിക്കുന്ന വിശേഷപ്പെട്ട ഒരു ശക്തിവിശേഷം എനിക്കുണ്ട്. ഏതുപോലെ? കിടന്നുറങ്ങുന്നവൻ കാണുന്ന സ്വപ്നം പോലെ. നിങ്ങളെല്ലാവരും ഉറങ്ങിക്കാണും. ഉറങ്ങുമ്പോൾ സ്വപ്നവും ഉണ്ടാവും. ആ സ്വപ്നത്തിൽ കണ്ടെണീക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനസ്സിന് സമാന്തരമായ ഒരു ജഗത്തും ജഗതീശ്വരനെയും എല്ലാം തന്നെ സൃഷ്ടിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് സ്വപ്നം കണ്ട് എണീറ്റാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വപ്നത്തിൽ കണ്ടതൊക്കെ ശരിയല്ലേ? നിങ്ങളുടെ അനുഭവമല്ലേ? ജാഗ്രതയിൽ എന്തൊക്കെ അനുഭവിച്ചോ അതുപോലെ തന്നെയല്ലേ സ്വപ്നാനുഭവം? അനുഭവിച്ച ആൾ വേറെയല്ലല്ലോ. ജാഗ്രതയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവണു ജാഗ്രത കാണുന്നവൻ ഞാനാണെന്ന്. ഉറങ്ങിയതും അതേ വ്യക്തിയാണ്, സ്വപ്നം കാണുന്നതും അതേ വ്യക്തിയാണ്. പക്ഷേ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ മനസ്സിലാവണു ഈ കണ്ടതൊന്നും വാസ്തവമല്ലാന്ന്. പക്ഷേ സ്വപ്നവേളയിൽ അത് മുഴുവൻ നിങ്ങൾ അനുഭവിച്ചുവല്ലോ. അനുഭവിപ്പിച്ചതാരാ? മനസ്സ്. അദൃശ്യമായി ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന മനസ്സിന് ഇത്രയധികം വിസ്താരമുള്ള ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ എങ്ങനെ സാധിച്ചു? മനസ്സിനത് സാധിക്കുമെങ്കിൽ എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ഉൾചേതനയ്ക്ക് എവിടെയും എന്തും ആവിർഭവിപ്പിക്കാനും അസ്തമിപ്പിക്കാനും സാധിക്കില്ലേ? നച മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം. ഇതാണ് എൻ്റെ ഐശ്വരം, മനുഷ്യാതീതം, അഭൗമമായിരിക്കുന്ന യോഗശക്തി. യോഗശക്തിക്ക് എന്താ അർത്ഥം? ഇല്ലാത്തത് ഉണ്ടാക്കാനും ഉള്ളത് ഇല്ലാതെയാക്കാനും ഉള്ളതിൽ എന്ത് പരിവർത്തനം വേണമോ അത് വരുത്താനും സാധിക്കുന്നതാണ് യോഗശക്തി. ആ യോഗമൈശ്വരം ഭൂതഭൃത് നച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. ഭൂതഭൃത്
ഞാൻ ലോകത്തെ മുഴുവനും ഭരിക്കുന്നവനാണ്, നിലനിർത്തുന്നവനാണ്. എന്നാലോ ഒരൊറ്റ ഭൂതത്തിലും ഞാൻ നിൽക്കണില്ല. ബ്രജഭൂതസ്ഥ മമാത്മാ ഭൂതഭാവന. എൻ്റെ ആത്മാവിന് എല്ലാ ഭൂതങ്ങളെയും ആവിർഭവിപ്പിക്കാനും നിലനിർത്താനും അതേ രൂപത്തിൽ തിരോധാനം ചെയ്യിക്കാനും സാധിക്കും. ഇതാണ് ഐശ്വര്യം. ഇതന്നെയല്ലേ ഇവിടെ ജനകന് പറയണതും. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പം ജനകൻ പറയുന്നതിലൊരു പുതിയ അധ്യാത്മമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതേ അധ്യാത്മം തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞത്. ഇതേ അധ്യാത്മം തന്നെയാണ് വസിഷ്ഠൻ പറയണത്. ഇതേ അധ്യാത്മം തന്നെയാണ് ശുഗൻ പറയണത് പരീക്ഷത്തിനോട്. ഒരു വ്യത്യാസവുമില്ല. ന ചമത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന എത്ര വിശ്വമിദം ഭാതി കൽപ്പിതം രജ്ജുസർപ്പവത് ആനന്ദ പരമാനന്ദ സബോധസ്ത്വം സുഖം ചര. എന്തിനാ ഭൂമാനന്ദ സ്വാമി ഇത് പറയുന്നത്? ശ്രോതാക്കളെ, പ്രേക്ഷകരെ, നിങ്ങൾക്ക് സുഖമായി ജീവിക്കണം. ഇവിടെ എന്തു വന്നാലും നിങ്ങൾ ക്രമം വിട്ട് വിലപിക്കരുത്. അയ്യോ ഭഗവാൻ എന്തിന് എന്നെ പെറുക്കിയെടുത്ത് ശിക്ഷിച്ചു പറയരുത് കേട്ടോ. പറയരുത്, ഒരിക്കലും പറയരുത്. ഭഗവാൻ ശിക്ഷിക്കാനുള്ളവനല്ല, ഉണ്ടെങ്കിൽ തന്നെ രക്ഷിക്കാനാണ്. നിങ്ങളുടെ ബുദ്ധിമോശം കൊണ്ട് എന്തോ പോയപ്പോൾ പോയി തോന്നുന്നു. എന്തെങ്കിലും നഷ്ടം വന്നാൽ നിങ്ങൾ എന്താ ഭഗവാന്റെ മുൻപിൽ ചെന്ന് പറയാത്തെ? ഭഗവാനെ, അങ്ങയുടെ ഭക്തനായിരിക്കുന്ന ഞാനിതാ, എനിക്ക് നഷ്ടപ്പെട്ടു. ഈ നഷ്ടം എനിക്കല്ല, എൻ്റെ പൊന്ന് ഈശ്വര അങ്ങയ്ക്കാണ്. ആ നഷ്ടവും കൂടി അങ്ങോട്ട് സമർപ്പിച്ചു കൊടുക്കാൻ എന്താ കൂട്ടരെ നിങ്ങൾക്ക് സാധിക്കാത്തത്? ഒരു കുട്ടി ജനിച്ചാൽ പറഞ്ഞു എൻ്റെ കുട്ടി. എല്ലാം അങ്ങോട്ട് കൊടുത്ത് മിണ്ടാണ്ടിരിക്കുമപ്പ. ഒരിക്കലും നിങ്ങളുടെ മനസ്സ് തളരരുത്, നിങ്ങളുടെ ബുദ്ധി കുഴയരുത്. എന്തത്ര ഭയപ്പെടാനുള്ളത്? ഇവിടെ വന്നാലെന്താ, പോയാലെന്താ? ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ഇവിടെ ഭഗവാൻ പ്ലസ് ഇല്ല, ഭഗവാൻ മൈനസും ഇല്ല. ഭഗവാൻ മാത്രമേ ഉള്ളൂ. പരബ്രഹ്മം മാത്രം, പരമാത്മാ മാത്രം. അവിടെ സുഖമില്ല, ദുഃഖമില്ല, വരവില്ല, പോക്കില്ല, കൂടലില്ല, കുറയലില്ല, പെരുക്കലില്ല, ഹരിക്കലില്ല. അതാണ് നമ്മുടെ ഉപനിഷത്ത് പറയുന്നത്. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഇങ്ങനെയൊക്കെയാണ് കാര്യം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്തു വേണം? ഇതേമാതിരി വന്നാലും പോയാലും ഒരു കോട്ടവും കുറവും തോന്നാതെ സുഖമായിരിക്കാൻ എന്തു വേണം? ഇത് വളരെ ബുദ്ധിയുള്ളവർക്കേ ഇത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് പറ്റില്ലേ എന്ന് ചോദിച്ചാൽ ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. എന്ത് കേട്ടോളൂ. മുക്താഭിമാനി മുക്തോ ഹി ബദ്ധോ ബദ്ധാഭിമാന്യപി കിം വദന്തീഹ സത്യേയം യാമതി സാ ഗതിർഭവേ. ഇതാണ് അതിനുള്ള ഫോർമുല. നിങ്ങൾ പേടിക്കണ്ട. എന്ത് തന്നെ വന്നാലും പോയാലും കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു മനനം വേണം, ഒരു മന്ത്രം വേണം. മുക്താഭിമാനി മുക്തോഹി, മുക്താഭിമാനി മുക്തോഹി. ഓഹോ, ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ? സുഖം വന്നാലും ദുഃഖം വന്നാലും എനിക്കൊരു കൂടുതലോ ഒരു കുറവോ ഉണ്ടാകുന്നില്ല. അനവധി നിറങ്ങളെ കാണുമ്പോൾ കണ്ണ് ആ നിറങ്ങളാവുന്നില്ല. പലതും അനുഭവിക്കുമ്പോൾ മനസ്സ് അതിൻ്റെ നിറം മാറ്റി പുതിയ പുതിയ നിറം അതിന് ഉൾക്കൊള്ളാനില്ല. ഈ സത്യം മനസ്സിലാക്കി നിങ്ങൾ എന്തു വേണം? മുക്തനാണ് എന്ന് അഭിമാനിക്കുന്നവൻ മുക്തനായിത്തീരുന്നു. നിങ്ങളുടെ പാട്ടെന്താ? ബദ്ധപ്പാട്ടാണ്. അയ്യോ എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനിങ്ങനെയാ, പ്രാരബ്ധം. എന്ത് പാട്ടാ? നിങ്ങൾക്ക് പറഞ്ഞൂടെ എൻ്റെ ഉള്ളിലുള്ള സത്ത ഒരു വിധത്തിലും ബാധിതമല്ല, നിർബാധിതമാണ്.
മുക്തമാണത്. മുക്തപ്രായോസി സർവദ. എന്നെ ഞാൻ മുക്തനാക്കിയിട്ട് വേണ്ട. ജനിച്ചത് മുതൽക്ക് മുക്തനാണ്. എങ്ങനെ ശരീരം പാഞ്ചഭൗതികമോ അതേമാതിരി ബ്രഹ്മമയം, ആത്മമയം, ഈശ്വരമയമാണ് എൻ്റെ ഉൾവ്യക്തിത്വം. അത് മനസ്സിലാക്കി ആ ഒരു മനനം ചെയ്യുന്നവൻ മുക്തനായി തീരണു. ബദ്ധോ ബദ്ധാഭിമാന്യബി. ബദ്ധനാണ്, 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 വന്നു പോയി, നഷ്ടം, ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമില്ല, ഒക്കെ പോയി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒക്കെ പോവും. നിങ്ങൾ എന്തിനാ ബദ്ധനാക്കണേ? നിങ്ങളെ കിം വദന്തീഹ സത്യേയം. ഒരു പഴമൊഴിയുണ്ടപ്പ നമ്മുടെ ഇടയിൽ. അതെന്താ? യാമതി സാഗതിർഭവേത്. നാം മനസ്സുകൊണ്ട് എന്ത് മനനം ചെയ്യുന്നുവോ അതായിത്തീരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഏത് വകുപ്പിൽപ്പെട്ടവരാ? അമ്മാമ മാമ എന്നെ തല്ലണ്ട, ഞാൻ നേരെയാവില്ല. ഇതാണ് നമ്മുടെ പറച്ചിൽ. എന്നെ തല്ലണ്ട, ഞാൻ നേരെയാവില്ല. മലയാളത്തിലുള്ള ഒരു പ്രോവർബ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. യാ മതിഹി സാ ഗതിർഭവേത്. നമ്മൾ മനസ്സുകൊണ്ട് എന്ത് മനനം ചെയ്യുന്നുവോ ആ മനനം ചെയ്യുന്നത് ആയിത്തീരും. അത് മനസ്സിൻ്റെ ഒരു ശക്തിയാണ്. ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ലോ ബൈ വെർച്യൂ ഓഫ് വിച്ച് വാട്ട് എവർ ദ മൈൻഡ് അസിഡ്യുവസ്ലി തിങ്സ്, reflects upon, ruminates, contemplates upon, introspects, that the mind verily becomes. മനസ്സിങ്ങനെ മനനം ചെയ്യുന്നതെന്തോ അതായിത്തീരും. അതുകൊണ്ട് മുക്തനെന്ന് അഭിമാനിക്കുന്നവൻ മുക്തനാകുന്നു, ബദ്ധനെന്ന് പുലമ്പുന്നവൻ ബദ്ധനായി തന്നെ തുടരുന്നു. ജനക മഹാരാജാവേ, അതുകൊണ്ട് എപ്പോഴും ആ മുക്തബോധം നിങ്ങളിൽ ഉണ്ടാവട്ടെ. അതൊരു അഭിമാനമായിക്കോട്ടെ, ഒരു അനുധാവനമാകട്ടെ, ഒരു മനനമാകട്ടെ, നിരന്തരം ചെയ്യുന്നൊരു വിചാര പദ്ധതിയാവട്ടെ. അത് മുക്താഭിമാനി മുക്തോ ഹി ബദ്ധോ ബദ്ധാഭിമാന്യഭി കിം വദന്തീഹ സത്യേയം യാ മതിഹി സാ ഗതിർഭവേത്. അപ്പോൾ ഈ നിമിഷം മുതൽക്ക് നിങ്ങളുടെ മനനം എന്താവണം? എന്താ മിണ്ടാതെ? എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ബദ്ധനായേ ഇരിക്കുള്ളൂ, അഷ്ടാവക്ര സംഹിത കേട്ടിട്ട് ഒരു കാര്യവുമില്ല സ്വാമിജി, ഞങ്ങളൊക്കെ പ്രപഞ്ചത്തിലിട്ടപ്പെട്ടവരാ, പ്രാപഞ്ചികന്മാരാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? അയ്യോ, ഞങ്ങൾ അഷ്ടാവക്ര സംഹിത കേട്ടു, മനസ്സിലാക്കി, ജനക മഹാരാജാവിനോട് പറഞ്ഞതുപോലെ ഞങ്ങളിതാ ഇന്ന് മുതൽക്ക് മുക്തപ്രായന്മാരായി ജീവിക്കാൻ പോവാണ്. ചിലപ്പോൾ ഞങ്ങൾ കരയും, ചിലപ്പോൾ ചിരിക്കും, സാരമില്ല. ചിലപ്പോൾ നഷ്ടബോധം വന്നു എന്ന് വരാം, ലാഭബോധവും ഉണ്ടായി എന്ന് വരാം. ഇതൊക്കെ വന്നാലും ഞങ്ങളുടെ തൊലിപ്പുറമേ ഉള്ളതാണ്. ഉള്ളുകൊണ്ട് ഞങ്ങൾക്കൊരു വികാസവുമില്ല, ഒരു ചുരുക്കവുമില്ല. ഞാൻ പരമാനന്ദനായി കഴിയാണ് എന്ന് നോണയാണെങ്കിലും നിങ്ങളങ്ങനെ പറയുമോ? അങ്ങനെ അങ്ങോട്ട് പറയുക, ഒരു ഇമിറ്റേഷൻ മുക്തന്മാരായിട്ടിരിക്കും. ഇന്നത്തെ കാലത്ത് സ്വർണ്ണമൊക്കെ ധരിച്ചു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പ്ലാസ്റ്റിക്കൊക്കെ മതി, ഇമിറ്റേഷൻ ആഭരണം മതി. അപ്പോൾ ആ മുക്താഭിമാനം നിങ്ങളിൽ ഉണ്ടാവണം. ഈ വിചാരത്തോടു കൂടി ഇന്ന് രാത്രി കടന്നുറങ്ങണം. എന്നിട്ട് നാളെ വന്നിട്ട് നിങ്ങൾ എന്നോട് പറയണം എന്താണ് ഫലം. ശാന്തസ്വഭാവമജരാത്മകമേഘ സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഹരി. എല്ലാവരും കൂടി ജപിക്കുക. നമ്മുടെ തപസ് ലോകം മുഴുവനും എത്തണം. ഇതാ ജപതപസ്, ശബ്ദതപസ്, ഉച്ചാരണ തപസ്, സ്വരതപസ്. ഓ